യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ട്രെയിൻ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിലും കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. അതായത് ട്രെയിൻ എത്ര സ്പീഡിൽ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിലും അതിൻ്റെ വാതിലിൽ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. അതുപോലെ തന്നെ ആ കയറുന്ന സ്റ്റെപ്പിൽ ഇരുന്നു കൊണ്ട് ഫോൺ നോക്കുകയും കളി തമാശകൾ പറഞ്ഞിരിക്കുന്നതും ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കായിട്ട് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല തിരക്കുണ്ട്, അകത്തേക്ക് കയറാനായിട്ട് സ്ഥലമില്ല. അപ്പോൾ അകത്തേക്ക് ഒന്ന് കയറി മധ്യഭാഗത്തായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പിറകിലായിട്ട് ഒരു ലേഡിയുണ്ട്, 2 വാതിലും അടഞ്ഞു കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഈ ഡോറങ്ങ് തുറന്നിട്ടു, നല്ല കാറ്റ് അകത്തേക്ക് അടിച്ച് കയറുന്നുണ്ട്. ഇവർ അതിൻ്റെ സൈഡിലൊന്ന് ചാരി നിന്നുകൊണ്ട് ഇവർ ഫോൺ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. ഞാൻ ചോദിച്ചു, ഈ മൊബൈൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ ഡോറിൻ്റെ അറ്റത്ത് നിന്ന് മൊബൈൽ നോക്കുന്നത് അപകടമല്ലേ? ഇവരെടുത്ത വായിലെ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യാറുണ്ടോ എന്ന്. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഇന്ന് എനിക്ക് ഈ വീഡിയോ ഇടാനായിട്ടുണ്ടായ കാരണമെന്ന് പറയുന്നത്. നമ്മൾ ട്രെയിൻ യാത്രയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ അമ്മാനമാടുന്ന ഒരു ഉപകരണമല്ല ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ അത്രയും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, നമ്മൾ ആ സ്റ്റെപ്പ് ഒന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ടൊന്ന് ഒരു ശ്രദ്ധയോടുകൂടി കയറുകയും ഇറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ വഴുതി വീണ് ട്രാക്കിലോട്ട് വീണുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ ഒത്തിരി പേർക്ക് അങ്ങനെയുള്ള അപകടം സംഭവിക്കുന്നുണ്ട്. പിന്നെ വാതിലറ്റത്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് ഉള്ളിലോട്ട് കയറി നിന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ആ വാതിലറ്റത്ത് നിൽക്കുമ്പോഴത്തേക്കും കാറ്റ് കൊണ്ടോ ആ ഡോറ് വന്ന് അടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറിച്ച് പുറത്തു പോകത്തില്ലേ? ഒരു ജീവൻ എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതല്ലേ? ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അതിലൂടെ നഷ്ടമാവുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ മക്കളായിരിക്കും. അച്ഛനും അമ്മയും ഒക്കെ എത്രയോ പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന മക്കളാണ്. അവർ പഠിക്കാനും ജോലിക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഈ രീതിയിൽ നിൽക്കുന്നത്.